കൊല്ലം കുന്നിക്കോട് വയോധികനെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാറാക്കാട് തെങ്ങിൻ തറയിൽ ബേബി ഫിലിപ്പാണ് മരിച്ചത്. സൂര്യാഘാതമേറ്റാണ് മരണമെന്നാണ് സംശയം. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആശങ്കാജനകമാണോ? സൂര്യാതപമേറ്റാണോ ഈ മരണം? ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഘട്ടത്തിലാണോ? എങ്ങനെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ബേബി ഫിലിപ്പാണ് ഇന്ന് ഇത്തരത്തിൽ ഈ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. രാവിലെ വീട്ടിൽ നിന്നും സ്വന്തം വയലിലെ കൃഷിയിടത്തിലേക്ക് പോയതാണ്. 11:30 ഈ സമീപത്തെ കൃഷിപ്പണിക്ക് എത്തിയവർ ഇദ്ദേഹം അവിടെ കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് വന്ന് കുന്നിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ശരീരത്തിൽ ചില പാടുകൾ, അതായത് ഈ സൂര്യതാപമേക്കുന്ന തരത്തിലുള്ള പാടുകൾ മുഖത്തുൾപ്പെടെ കണ്ടെത്തിയതായാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ്. എന്തായാലും സൂര്യാഘാതമേറ്റിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കടുത്ത ചൂടാണ്. അതോടൊപ്പം തന്നെ സൂര്യാഘാതം ഏൽക്കാനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംശയവും നിലനിൽക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മുഖത്തുൾപ്പെടെ പൊള്ളലേറ്റതായാണ് വിവരം ലഭിക്കുന്നത്. 85-കാരനാണ് ഇത്തരത്തിൽ ഈ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ശരി മനോജ്, വിവരങ്ങൾ വ്യക്തമാണ്. കൊല്ലം കുന്നിക്കോടാണ് വയോധികനെ ഇങ്ങനെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതൊരു സൂര്യാതപമേറ്റുള്ള മരണമാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും സൂര്യാഘാതമേറ്റാണ് മരണമെന്നുള്ള സംശയങ്ങൾ പുറത്തു വരുമ്പോൾ വരും മണിക്കൂറുകളിൽ ഇതിൽ കൂടുതൽ വ്യക്തത മനോജ് തന്നെ നൽകും. ഇനി നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകാം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്വാമി വിവേകാനന്ദനെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു.